അക്കാഡമിയിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. ഇന്ന് 11/5/2026 ഇന്ന് നടന്ന PSCയുടെ അറ്റൻഡർ പരീക്ഷ ധാരാളം ഉദ്യോഗാർത്ഥികൾ എന്നെ വിളിക്കുകയുണ്ടായി. സാറേ, പരീക്ഷ എങ്ങനെയുണ്ടായിരുന്നു? പരീക്ഷയെ സംബന്ധിച്ച് വിശദമായ ഒരു അവലോകനം തയ്യാറാക്കുമോ? കട്ട് ഓഫ് മാർക്ക് എങ്ങനെ വരും? ഇങ്ങനെയൊക്കെയുള്ള ധാരാളം ചോദ്യങ്ങൾ ഉദ്യോഗാർത്ഥികൾ ഉന്നയിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഷോർട്ട് ലിസ്റ്റിന്റെ കാര്യത്തെ സംബന്ധിച്ചും എല്ലാ കാര്യങ്ങളെക്കുറിച്ചും നമുക്ക് ഇന്നത്തെ ക്ലാസ്സിൽ നമുക്ക് വിശദമായിട്ട് ചർച്ച ചെയ്യാം. ആദ്യം തന്നെ അറ്റൻഡർ പരീക്ഷയുടെ കുറച്ച് ക്ലാസ്സുകൾ നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം തന്നെ ധാരാളം നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നു. ധാരാളം ഉദ്യോഗാർത്ഥികൾ കാണുകയുണ്ടായി. അപ്പോൾ അതിൻ്റെ അകത്ത് ഒരു ചെറിയ തെറ്റുപറ്റി. എന്താണെന്ന് ചോദിച്ചാൽ, നമ്മൾ പ്രീവിയസ് ക്വസ്റ്റ്യനുകൾ തയ്യാറാക്കി നമ്മളത് മുഴുവൻ ക്ലാസ്സിലേക്ക് ഉൾക്കൊള്ളിക്കുന്ന സമയത്ത് ധാരാളം പരമാവധി ചോദ്യങ്ങൾ ഉൾപ്പെടുത്തിയിരുന്നു. കാരണം മാരത്തോൺ ക്ലാസ് ആയിരുന്നു. മാരത്തോൺ ക്ലാസ് എന്ന് പറഞ്ഞാൽ എൻ്റെ ലക്ഷ്യം എന്താണെന്ന് ചോദിച്ചാൽ പരമാവധി ചോദ്യങ്ങൾ കുട്ടികളിലേക്ക് എത്തിക്കുകയും അതനുസരിച്ചുള്ള ചോദ്യങ്ങൾ പ്രിപ്പയർ ചെയ്താൽ നമുക്ക് ധാരാളം മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റാവുന്ന രീതിയിലാണ് ക്ലാസ്സുകളെല്ലാം തന്നെ തയ്യാറാക്കിയത്. അപ്പോൾ അങ്ങനെ തയ്യാറാക്കിയ അവസരത്തിൽ കുറച്ച് അപ്ഡേഷൻ, അതായത് കറണ്ട് അഫയേഴ്സിൻ്റെ കാര്യത്തിൽ കുറച്ച് അപ്ഡേഷൻ്റെ പ്രശ്നമുണ്ടായി. കാരണം അത് പ്രീവിയസ് ക്വസ്റ്റ്യനുകൾ കളക്ട് ചെയ്യുന്ന അവസരത്തിൽ ധാരാളം ക്വസ്റ്റ്യനുകൾ പ്രിപ്പയർ ചെയ്ത് തയ്യാറാക്കിയ അവസരത്തിൽ കറണ്ട് അഫയേഴ്സ് അപ്ഡേറ്റ് ചെയ്യുന്നതിൽ ഒരു ചെറിയ മിസ്റ്റേക്കുകൾ വന്നിട്ടുണ്ടായിരുന്നു. അത് എൻ്റെ ഭാഗത്തെ തെറ്റാണ്. അത് സദയം ക്ഷമിക്കുമെന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പോൾ തുടർന്ന് നിങ്ങൾ നമ്മുടെ ക്ലാസ്സുകളെല്ലാം തന്നെ കൃത്യമായിട്ട് കാണണമെന്ന് അപേക്ഷിക്കുകയാണ്. അപ്പോൾ ഇന്നത്തെ പരീക്ഷയെ സംബന്ധിച്ച് നമ്മൾ വിശദമായ ഒരു അവലോകനം നടക്കുകയാണെങ്കിൽ, ഇന്ന് 35,190 പേരാണ് പരീക്ഷ എഴുതാൻ വേണ്ടിയിട്ട് കൺഫർമേഷൻ കൊടുത്ത് തയ്യാറെടുത്തത്. എന്നാൽ 72% ഉദ്യോഗാർത്ഥികൾ മാത്രമാണ് പരീക്ഷയ്ക്ക് ഹാജരായത് എന്നാണ് കൃത്യമായിട്ടുള്ള വിവരങ്ങൾ പുറത്തു വരുന്നേ ഉള്ളൂ. എന്നാലും അറിയാൻ കഴിയുന്ന അങ്ങനെയാണ്. അതുപോലെ തന്നെ ഇതിൻ്റെ ശമ്പള സ്കെയിലിനെ സംബന്ധിച്ച് പഴയ സ്കെയിലാണ് ഇപ്പോഴും ആ നോട്ടിഫിക്കേഷനിൽ 199/2024 നോട്ടിഫിക്കേഷൻ എടുത്തു നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കും പഴയ സ്കെയിലാണ് കൊടുത്തിരിക്കുന്നത്. പ്രസ്തുത സ്കെയിൽ ഇപ്പോൾ മാറ്റം ഉണ്ടാകുമെന്ന് നിങ്ങൾക്ക് അപ്ഡേഷൻ വരാത്തതുകൊണ്ടാണ് അത് അപ്ഡേറ്റ് ചെയ്യാത്തത്. അത് കൃത്യമായിട്ട് തന്നെ പുതിയ സ്കെയിൽ അനുസരിച്ച് തന്നെ കാര്യങ്ങൾ ജോലിയിൽ പ്രവേശിക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് ലഭ്യമാവുന്നതാണ് എന്നുള്ളതാണ് മനസ്സിലാക്കേണ്ടത്. അപ്പോൾ അതിനെ സംബന്ധിച്ച് കുറച്ച് കുട്ടികൾ ചോദിച്ചുകൊണ്ട് മാത്രമാണ് ഞാൻ അങ്ങനെ പറഞ്ഞത്. അതുപോലെ തന്നെ അതിൻ്റെ വേക്കൻസിയെ സംബന്ധിച്ച് ആൻറ്റിസിപ്പേറ്റഡ് വേക്കൻസിയാണ് നമ്മൾ നോട്ടിഫിക്കേഷനിൽ കാണാൻ സാധിക്കും. അതായത് കൃത്യമായിട്ടുള്ള വേക്കൻസികൾ നിർണ്ണയിക്കപ്പെട്ടിട്ടില്ല എന്നുള്ളതാണ് നോട്ടിഫിക്കേഷനിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇതിൻ്റെ സിലബസിനെ സംബന്ധിച്ച് GKക്ക് 40 മാർക്കും, കറണ്ട് അഫയേഴ്സിൻ്റെ ഭാഗത്ത് നിന്ന് 20 മാർക്കും, ജനറൽ സയൻസ് 10 മാർക്കും, പൊതുവിജ്ഞാനം 10 മാർക്കും, അതുപോലെ തന്നെ കണക്കിൻ്റെ ഭാഗത്ത് നിന്ന് 20 മാർക്കുമായിരുന്നു സിലബസ് വരുന്നത്. അപ്പോൾ ഇതിൻ്റെ അകത്ത് കണക്കിൻ്റെ ഭാഗത്തു നിന്നുള്ള ചോദ്യങ്ങളും കുറച്ച് നിലവാരമുള്ള ചോദ്യങ്ങളായിരുന്നു എങ്കിൽ പോലും വലിയ പ്രശ്നങ്ങളൊന്നും ഇല്ലായിരുന്നു എന്നാണ് കുട്ടികളെല്ലാം തന്നെ അഭിപ്രായപ്പെട്ടത്. പൊതുവെ പരീക്ഷയെ സംബന്ധിച്ച് നല്ല നിലവാരമുള്ള ചോദ്യങ്ങളാണെങ്കിൽ പോലും അത്രയധികം പ്രയാസമുള്ളതായിരുന്നില്ല. നല്ല പരീക്ഷയായിരുന്നു, എളുപ്പമുള്ള പരീക്ഷയായിട്ടാണ് പല ഉദ്യോഗാർത്ഥികളും എന്നോട് അഭിപ്രായം രേഖപ്പെടുത്തിയത്. അപ്പോൾ ഇന്നത്തെ പരീക്ഷയെ സംബന്ധിച്ച് അതിൻ്റെ വിശദമായ അവലോകനം ശ്രദ്ധിക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും ഉദ്യോഗാർത്ഥികളുടെ അഭിപ്രായത്തിൽ നിന്നും ഒരു 60 മാർക്കിന് മുകളിലൊക്കെ തന്നെ കട്ട് ഓഫ് മാർക്ക് വരാനുള്ള സാധ്യത ഏറെയാണ്. അപ്പോൾ പല ഉദ്യോഗാർത്ഥികളും പരീക്ഷയെ സംബന്ധിച്ച് അവരുടെ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തിയപ്പോൾ പലരും നല്ല എളുപ്പമായിട്ട് തന്നെയാണ് പരീക്ഷയെ പറഞ്ഞത്. അവർക്ക് ലഭിച്ച മാർക്കുകളൊക്കെ തന്നെ ധാരാളം ഉദ്യോഗാർത്ഥികൾ എന്നോട് പറയുകയുണ്ടായി. അപ്പോൾ എല്ലാവരുടെയും മാർക്കുകളൊക്കെ കേട്ടതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഞാനൊരു ഇങ്ങനെയൊരു നിഗമനത്തിൽ എത്തിച്ചേർന്നത്. അപ്പോൾ ഇതിൻ്റെ ഷോർട്ട് ലിസ്റ്റിനെ സംബന്ധിച്ച് മെയിൻ പരീക്ഷ ആയതുകൊണ്ട് തന്നെ ഇതിൻ്റെ ഷോർട്ട് ലിസ്റ്റ് അധികം വൈകാതെ തന്നെ ഷോർട്ട് ലിസ്റ്റ് പ്രസിദ്ധീകരിക്കാനുള്ള സാധ്യതകളാണ് നിലവിൽ ഉള്ളത്. ഏകദേശം ഒരു 120 ദിവസത്തിനുള്ളിൽ തന്നെ ഷോർട്ട് ലിസ്റ്റ് പ്രസിദ്ധീകരിക്കുകയും അതിനുള്ള ബാക്കിയുള്ള തുടർ നടപടികളൊക്കെ ആരംഭിച്ച് നിയമനങ്ങളൊക്കെ തന്നെ ഉടനടി ആരംഭിക്കുകയും ചെയ്യുന്നതാണ് എന്നുള്ളതാണ് ഇപ്പോഴത്തെ സ്ഥിതിഗതികളിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. PSC എല്ലാ കാര്യങ്ങളും വളരെ എളുപ്പത്തിലും പെട്ടെന്നും നടപ്പിലാക്കുന്ന ഒരു സാഹചര്യമാണ് ഇപ്പോൾ നിലവിൽ കാണാൻ സാധിക്കുന്നത്. അതനുസരിച്ചുള്ള കാര്യങ്ങളൊക്കെ തന്നെ ഉടൻ തന്നെ പൂർത്തീകരിച്ച് ബാക്കിയുള്ള തുടർ നടപടികളൊക്കെ ഉടൻ തന്നെ ആരംഭിക്കുമെന്ന് എല്ലാവരും പ്രത്യേകം ഓർത്തിരിക്കുക. അപ്പോൾ ഇന്നത്തെ ക്ലാസ് എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഒരിക്കൽ കൂടി നന്ദിയോടെ നിർത്തട്ടെ. നന്ദി, നമസ്കാരം.